ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ ഒട്ടുമിക്ക ചെടികളെ കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോകൾ ചെയ്യാറുണ്ട്. കെയറിനെ കുറിച്ചും അതുപോലെ തന്നെ കൊടുക്കേണ്ട എക്സ്ട്രാ ടിപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു സമയം മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന റോസിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു മഴ പെയ്യുമ്പം റോസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും, അതെങ്ങനെ നമ്മുടെ റോസാ ചെടിയെ ദോഷകരമായിട്ട് ബാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു കൊച്ചു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ റോസ് വളർത്തുന്നുണ്ടെങ്കിൽ, റോസാ ചെടികൾ വളർത്തി നമ്മൾ പൂ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കുറച്ചെങ്കിലും കാണാൻ ശ്രമിക്കുക. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടിരുന്ന പോലെ ഇപ്പോൾ പൂക്കളൊന്നും ഉണ്ടാവാറില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലും കാണാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം മഴക്കാലം ആരംഭിച്ച സമയമാണ്. ഈ സമയങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പം ഒരു ദിവസം മുഴുവനായിട്ടൊക്കെ മഴ പെയ്യുന്ന സമയമൊക്കെയാണ് ഈ ഒരു മാസം. അപ്പോൾ പലപ്പോഴും നമ്മുടെ റോസൊക്കെ പുറത്തൊക്കെ വെച്ചിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മുടെ റോസിലേക്ക് ഉണ്ടാകുന്ന പൂമൊട്ടുകളെല്ലാം ചീഞ്ഞ് പോകാനൊക്കെ ഒരു കാരണമാണ് ഈ മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ തന്നെ നമ്മുടെ ചെടിയിൽ വേറെയും കുറേ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. കാരണം മഴ തുടർച്ചയായിട്ട് പെയ്യുന്ന സമയങ്ങളിൽ ഏറ്റവും ചുവട്ടുന്നുള്ള ഇലകളെല്ലാം മഞ്ഞളിച്ച് വരാൻ തുടങ്ങും. അപ്പോൾ ഈ ചുവട്ടുന്നതെന്ന് പറയുമ്പോൾ മണ്ണിനോട് ഏറ്റവും അടുത്തുള്ള ഭാഗത്തുള്ള ഇലകളെല്ലാം മഞ്ഞളിപ്പ് വന്നിട്ട് അത് മുകളിലേക്ക് കയറി വരാൻ തുടങ്ങും. അപ്പോൾ ഇത് നോർമലി എല്ലാവരും വിചാരിക്കും അതാണ് ഈ പഴുത്ത ഇലകളെല്ലാം വീഴുകയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് മണ്ണിലൂടെ സ്പ്രെഡായി വരുന്ന ഒരു ഫംഗസിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത് ഇലകളിൽ വ്യാപിച്ച് കഴിയുമ്പോൾ ഇലകൾക്ക് മഞ്ഞളിപ്പ് ഉണ്ടാക്കുകയും അത് ഇലകൾ പൊഴിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൃത്യസമയത്ത് നമ്മൾ ഇതിന് സേഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗിസൈഡ് അടിച്ച് നമ്മളിതിനെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാ ഇലകളെയും ഇത് ബാധിക്കാനും ഈ ചെടി കുറച്ച് കഴിയുമ്പോൾ ഇലകളൊന്നും ഇല്ലാതെ തണ്ട് മാത്രമായിട്ട് നിൽക്കുന്നൊരു സ്റ്റേജിലേക്ക് ചെടി മാറും. ഈ സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പോയ ഇലകൾ വീണ്ടും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നീട് ഉണ്ടാകുന്ന ശിഖരങ്ങളിൽ മാത്രമേ നമുക്ക് ഇലകൾ ഉണ്ടാക്കിയെടുക്കാൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ അത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരുപാട് സമയമെടുക്കും ആ ചെടി ആ ഒരു പഴയൊരു സ്റ്റേജിലേക്ക് വീണ്ടും വരാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞളിപ്പ് ചുവട്ടുന്ന സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഫംഗിസൈഡെല്ലാം അടിച്ചിട്ട് ചെടിയെ ഒന്ന് ശ്രദ്ധിക്കുക. മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ഫംഗിസൈഡ് അടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒലിച്ചു പോയില്ല എന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു ഫംഗിസൈഡ് 1 മണിക്കൂർ നേരെങ്കിലും ചെടിക്ക് കിട്ടുന്ന രീതിയിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ച ശേഷം നമ്മൾ നന്നായിട്ട് ഫംഗിസൈഡ് അടിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് മാറ്റിയേക്കാം. മഴയുള്ള മാസങ്ങളിൽ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ രീതി കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ ചെടി വേറെ ഫംഗസിൻ്റെ പ്രശ്നം വന്ന് നമ്മുടെ ചെടി നശിച്ചു പോയില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഴക്കാലങ്ങൾ കാണുന്ന ഒരു പ്രശ്നമാണ് തണ്ടുകളിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ബ്ലാക്ക് സ്പോട്ട് വലുതായി ആ തണ്ടിൻ്റെ ഒരു ഭാഗം ഉണക്കി അങ്ങ് കളയും. അതും ഈ ഒരു മഴക്കാലങ്ങൾ കാണുന്ന പ്രശ്നമാണ്. ഇതും ഒരു ഫംഗസിൻ്റെ പ്രശ്നമാണ്. നന്നായിട്ട് നനവുള്ള ഈ ഒരു വെറ്റായിരിക്കുന്ന സമയത്ത് നന്നായിട്ട് ഫംഗസ് വന്നിട്ട് നമ്മുടെ ചെടികളെ ആക്രമിക്കും, ഇലകളെ ആക്രമിക്കും, തണ്ടിനെ ആക്രമിക്കും. അതുപോലെ തന്നെ മണ്ണിലൂടെയും ഫംഗസ് വന്നിട്ട് വേരുകളെ അറ്റാക്ക് ചെയ്യാറുണ്ട്. മണ്ണിൽ നിന്ന് പൊങ്ങി വരുന്ന കടഭാഗത്ത് നമ്മൾ ഫംഗിസൈഡ് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടൊന്ന് പുരട്ടി ബ്രഷ് ഉപയോഗിച്ചോ കൈകൊണ്ട് പുരട്ടി തേച്ചിടുകയൊന്നും ബെറ്ററാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു ഫംഗിസൈഡ് കലക്കിയ ശേഷം നമ്മൾ ചുവട്ടിൽ മണ്ണിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ചെടിയുടെ വേരുകളിലൂടെ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനുകൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫംഗിസൈഡ് പ്രയോഗിക്കുന്ന സമയത്ത് നമ്മൾ യുവേറിയോ അല്ലെങ്കിൽ ട്രൈക്കോഡെർമയോ അങ്ങനെയുള്ള ഏതെങ്കിലും മിത്ര കുമിള് നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിനെയും ഈ ഒരു ഫംഗിസൈഡുകൾ നശിപ്പിച്ച് കളയും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 15 ദിവസം കഴിഞ്ഞ ശേഷം നമ്മളിത് പ്രയോഗിച്ച് 15 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഇതുപോലുള്ള മിത്ര കുമിളുകളൊക്കെ പ്രയോഗിക്കാനും പാടുള്ളൂ. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ മഴക്കാലങ്ങൾ കെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചെടി ഈ ഒരു മഴക്കാലം കഴിഞ്ഞ് അടുത്ത സീസണിലേക്ക് നമ്മുടെ ചെടി നല്ല രീതിയിൽ വരുള്ളൂ. നമ്മൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെടി ഒരുപാട് ക്ഷീണിച്ച് ഒരുപാട് ചിലപ്പോൾ നശിച്ചു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. പലരുടെയും ചെടികൾ മഴക്കാലം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ചെടി നശിച്ചു പോകാനുള്ള മെയിൻ റീസൺ ഈ ഒരു മഴക്കാലം തന്നെയാണ്. മഴക്കാലങ്ങളിൽ പൊതുവെ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത വളരെ കുറവായിരിക്കും. ഈ സമയങ്ങളിൽ ഫംഗസ് പൂർവാധികം ശക്തിയോടുകൂടി വളരുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചെടികളെ മുഴുവനായിട്ട് ഫംഗസ് ആക്രമിക്കാനും
ചെടിയെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ മുരടിപ്പിച്ച് കളയുകയൊക്കെ ചെയ്യും. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചിലരുടെ ചെടികളൊക്കെ ഇലകളൊന്നുമില്ലാതെ തണ്ടുകൾ മാത്രമായിട്ട് ഇങ്ങനെ ശോഷിച്ചിരിക്കുന്നത്. ഇത് ഈ മഴക്കാലങ്ങളിൽ ചെടികളിൽ വരുന്ന ഫംഗസുകൾ ആക്രമിച്ച് മഴക്കാലം കഴിയുമ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് മാറുന്നതാണ്. അപ്പോൾ അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചെടികളിൽ ഇലകളൊന്നുമില്ലാതെ തണ്ടുകൾ മാത്രമായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഫംഗസിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് കെയർ കൊടുക്കുകയാണെങ്കിൽ യാതൊരു പേടിയും പേടിക്കേണ്ട. നമ്മുടെ ചെടി പൂർവാധികം ശക്തിയോട് കൂടി തന്നെ വളർന്ന് നന്നായിട്ട് പൂക്കൾ തരും. ഇന്നത്തെ വീഡിയോയിൽ ഒരു കൊച്ചു ടിപ്പാണ് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓൾഡ് ഫാഷൻ ഗാർഡൻ പ്ലാന്റ് ആണ്. ശരി പറഞ്ഞാൽ യാതൊരു കെയറും വേണ്ട, വെള്ളവും കൊടുക്കേണ്ട, വളവും കൊടുക്കേണ്ട, ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ പരിതസ്ഥിതികളെയും അതിജീവിച്ച് പൂങ്കുലകൾ വന്നിട്ട് മൊത്തമായിട്ട് മൂടിപ്പോകുന്ന ഒരു ചെടിയാണത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വളർത്താൻ പറ്റിയ ചെടിയാണ്. ആ ചെടിയെക്കുറിച്ച് ഞാൻ ഇപ്പം പറയുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതുവരെ ഹാപ്പി ഗാർഡനിങ്.